ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണോ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കൊച്ചി സ്പെഷ്യൽ ഇറച്ചിച്ചോറാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ബിരിയാണിയൊക്കെ മാറി നിൽക്കും. നമ്മൾ സാധാ അരി വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് അരിയിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഞാനൊരു 2 കപ്പോളം അരിയാണ് കൊടുത്തിട്ടുള്ളത്. 250 ml ഒരു കപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. അത് കളഞ്ഞിട്ട് ഞാനൊരു 2 കപ്പോളം അരി എടുത്തിട്ടുണ്ടാവും. ഒരു 1/2 കിലോ അരി ഏകദേശം കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം നമുക്കിതിനൊന്ന് കുതിർത്തി വെക്കണം. ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫിൻ്റെ ഇറച്ചിച്ചോറാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 കിലോ അരിക്ക് 1/2 കിലോ തന്നെ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ സ്പൈസസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 സബോള എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആയതുകൊണ്ട് ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേപ്പില, ഒരു വലിയ പിടുത്തം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പുതിന, മല്ലിയില. ഇനി നമുക്ക് ബീഫിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഞാനൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി ആഡ് ചെയ്യണോണ്ട് നമുക്ക് മുളക് പൊടി ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. ഇനി നമുക്കൊരു 1/2 ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നല്ല ജീരകവും പെരിഞ്ജീരകവും ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് ഇറച്ചിയിൽ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയുടെ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണോളം തന്നെ ഗരം മസാലയുടെ പൗഡറും കൂടിയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യം തൈരാണ്. ഞാനൊരു 2 ടീസ്പൂണോളം തൈര് എടുത്തിട്ടുണ്ടാവും കേട്ടോ. തൈരല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരായാലും കുഴപ്പമില്ല. ഞാനിവിടെ തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 ടീസ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മല്ലിയില, പുതിനയില ചതച്ചത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതിനൊന്ന് തിരുമ്മി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റിന് വെക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം ഒന്ന് റെസ്റ്റിന് വെക്കാം കേട്ടോ. ഇനി നമുക്ക് തക്കാളിയും സബോളയും ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലോട്ട് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സബോളനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി സബോള നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ ബീഫിൽ ഉപ്പിട്ടുകൊണ്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പൊക്കെ മതിയാവും. ഇനി എല്ലാ സ്പൈസസും നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ സബോളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പച്ചമുളകും ചെറിയുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ആവശ്യം. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലോട്ട് ആഡ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 3 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും സബോളൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിനെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം മല്ലിച്ചപ്പ്, പുതിന അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ബീഫിൻ്റെ വേവിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 5 or 6 വിസിൽ വരെ നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ബീഫൊന്ന് വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് അരിനെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 കപ്പ് അരിയാണ് അളന്നെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് വെള്ളം വെക്കാം. അപ്പോൾ ഒരു 4 കപ്പോളം വെള്ളം ഞാൻ വെക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് എല്ലാ സ്പൈസസും നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കറുകപ്പട്ടയുടെ ഇല എടുത്തിട്ടുണ്ട്, പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ള് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ളോളം തന്നെ ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ളോളം നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ള് ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു സ്പൂണോളം നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു അരമണിക്കൂറോളം അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കട്ടോ. ഒരു അരമണിക്കൂർ ആകുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളായി വെള്ളമൊക്കെ വറ്റി ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 90% വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീഫ് വെന്തോ നോക്കാം. ബീഫും ഒരു 6 വിസിലായപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ ചോറും ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമുക്ക് അടിയിൽ നിന്ന് ബീഫും ചോറും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ അടിയിൽ നിന്ന് എടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല അടിപൊളിയിൽ ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ഞാനൊരു അരമുറി തേങ്ങ ചിരകി പാലെടുത്ത് വെക്കുന്നുണ്ട്. അതും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു വിസിലും കൂടി അടിച്ചാൽ നമ്മൾ ഇറച്ചിച്ചോറ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ബിരിയാണി കഴിച്ച് മടുത്തവർക്ക് ഇറച്ചിച്ചോറ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.